ആ ഇല്ല, ആ എല്ലാവരും ഉണ്ട്. ശരി അമ്മ കൊണ്ടുവന്നിടാം. ആ ഓക്കെ. എന്തിനാ ഫോണിൽ വിളിക്കണേ? അപ്പുറത്തുള്ള ഇവിടെ ഒന്ന് കാര്യം പറഞ്ഞാൽ പോരെ? അപ്പുറത്തില്ല, പാർട്ടി ഓഫീസിലാ. എന്താ അത്രയും കാര്യം പറയാൻ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ പണിയുടെ കാര്യം, സുരേന്ദ്രൻ മുതലാളിയുടെ പറമ്പ്. അത് നിങ്ങളങ്ങ് പോകാൻ സമ്മതിച്ചോ? പിന്നെ പണിക്ക് പോകാറുള്ളൂ അല്ലേ? നീ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് പണിക്ക് പോയല്ലേ, ഇന്നുകൊണ്ട് തീരുമെന്നല്ലേ പറഞ്ഞു. പിന്നെ നാളെ എന്ത് പണിക്ക് പോണത്? നാളെ എനിക്ക് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾ പണിക്ക് പോയില്ലല്ലോ. ഇതേ തമാശ അടിക്കരുതേ. ഞാൻ രാവിലെ 6 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ കൊല്ലത്തൊരു മീറ്റിംഗ് ഉണ്ട്. ഓ, ഈ പ്രദേശത്തില്ല പാർട്ടിക്ക് ആള്. ആ ആൾക്കാരാണ് ഇനി കൊല്ലത്ത് പോയി പാർട്ടി ഉണ്ടാക്കാൻ. എന്റെ പാർട്ടിയെ കുറിച്ച് വിസ്തരിക്കണ്ട കേട്ടോ. നിങ്ങൾ കൊല്ലത്തോ കോട്ടയത്തോ പോയി എന്നോട് പണിക്ക് പോകണ്ടെന്ന് പറയണേ എന്തിനാന്നേ? പോണ്ട കാര്യമുണ്ട്, പോണ്ട. അതാ അമ്പലിക്കുട്ടൻ ചേട്ടൻ കൊറേ കഷ്ടപ്പെട്ടിട്ട് ശരിയാക്കി തന്ന പണിയാണ്. ഞാനൊരു കാര്യം പറയാം, എനിക്ക് നീ വെള്ളനിറങ്ങാൻ പോകുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാ പിന്നെ ഞാൻ കളക്ടർ നീ അന്തസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി, നിനക്ക് ഒരു തയ്യൽ മെഷീൻ ഉണ്ട്, അത് തയ്ക്കാൻ പറ്റുമോ? ആ മെഷീൻ കേടായിരിക്കണത് അറിയാമോ? കേടായിരിക്കണമെങ്കിൽ നന്നാക്കണം. ആര് നന്നാക്കും? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് എത്ര നാളായി? വല്ല എനക്ക് ഉണ്ടായോ? അല്ല ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഈ ലോകത്ത് മുഴുവനുള്ള ബേസിനുമാരെയൊക്കെ നല്ല പരിചയമാണല്ലോ. അപ്പൊ അവരാരെങ്കിലും വിളിച്ച് നിനക്ക് ഞാൻ തന്നെ ഇനി ആളെ കൊണ്ടുവരണോ? പൈസ ആര് കൊടുക്കും? പൈസ നീ കൊടുക്കണം. ഇത് തയ്ക്കണ പൈസ നീ എന്റെ തരണമൊന്നുമില്ലല്ലോ, നീ അല്ലേ. നിങ്ങൾക്ക് എന്താ പണി അപ്പൊ? എനിക്കൊരു പല പണിയുണ്ട്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഓ കേട്ടാ, ക്ലീറ്റോ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നാളെ പണിക്ക് പോകും. നീ അങ്ങനെ തീരുമാനിക്കും. പിന്നെ അമ്പലിക്കുട്ടൻ ചേട്ടന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ കൈയും കാലം പിടിച്ചിട്ട് ആ പണി ശരിയാക്കി. ഞാൻ ചോദിച്ചിട്ട് ഈ കമ്പളിക്കുട്ട എന്തിനാണ് ഈ നിനക്ക് തന്നെ പണി പിടിച്ചു തരണം? വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും കൂടി. ഞാൻ ഒറ്റയ്ക്ക് പോയല്ലോ അവിടെ പണി. പിന്നെ ഒരു സംരക്ഷകൻ വന്നേക്കണം. അവനും വേറെ ഒന്നുമില്ല. നേരെ വിളക്കുമ്പോ തങ്കത്തിന് ഇന്ന് അവിടെ എന്ത് ജോലി, എന്ത് പണിയുണ്ട്, ഈ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു, ഇതൊക്കെ അന്വേഷിക്കണം. നാട്ടുകാരുടെ മുഴുവൻ കാര്യം അന്വേഷിക്കണ്ടല്ലോ. പൊതുപ്രവർത്തകരുടെ ജോലി അതാണ്, നാട്ടുകാരെ അന്വേഷിക്കണം. അവന്റെ വാർഡിൽ വേറെ ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ കാര്യം ഇതുപോലെ അന്വേഷിക്കാത്ത എന്താണ്? അന്വേഷിക്കണ്ടോ നിങ്ങൾ അന്ന് നോക്ക്. ഒരന്വേഷണവും ഇല്ല. ഈ കാണിക്കുന്ന ശുഷ്കാന്തി വേറെ ഒരിടത്തും കാണിക്കണില്ല. എനിക്കറിയാതെ കൊച്ചിരിക്കണം. ഞാൻ വല്ല പറയൂട്ടോ ക്ലീറ്റോ. പിന്നെ നാളെ പണിക്കൊന്നും പോണ്ട. ഞാൻ രാവിലെ പോണ്ട. എന്നാ നിങ്ങൾ ഈ കുടുംബം നടത്താനുള്ള പൈസ കൊണ്ടെത്താ. തങ്ക നീ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയുമ്പോ വേറെ കാര്യം പറയല്ലേ. ആവശ്യമില്ലാത്ത കാര്യം, പണിക്ക് പോണത് ആവശ്യമില്ലാത്ത കാര്യം. നീ ഇപ്പൊ നാളെ പണിക്ക് പോണ്ട. ഞാൻ പോകും. പോകും. പിന്നെ ഞാൻ വിളിക്കുമ്പോ തുടങ്ങും കമ്പിളിക്കുട്ടായി. ഇനി ഈ ഉണ്ടാക്കി വെച്ചോ അവൻ കൊണ്ട് തന്നെയാണ്. ചിലപ്പോ അങ്ങനെയും പറയും. ആണെങ്കിൽ നീയും പണിക്കുള്ള തിന്നാ മതി. പോവാൻ വിളിച്ചേട്ടാ. രാവിലെ പോയല്ലോ പാർട്ടി നന്നാക്കേ. ശരി എന്നാ. അൻസറേ, തന്റെ ഒറ്റ സുഹൃത്തല്ലേ ഈ ക്ലീറ്റസ്? ആണ് സാറേ. അവനിപ്പോ ചെറിയ പണികളൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ നമ്മുടെ പറമ്പിൽ വന്ന് കപ്പ പറിക്കുക, മാങ്ങ കൊണ്ടുപോവുക. ഇത് ഈ അടുത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ 1-2 പാർട്ടിക്കാരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇത് അവൻ്റെ വസ്തുവാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കപ്പയും മാങ്ങയൊക്കെ കാണിച്ചു. എൻ്റെ സ്വഭാവം വളരെ മോശമാണ്. അത് നമ്മൾ അയലത്തുകാരായത് കാരണം വെച്ചിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുക. അതൊന്നും അൻസറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവനെ. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിലൊക്കെ പ്രവർത്തിക്കും. അല്ല, അത് സാറ് ഒന്നും വിഷമിക്കണ്ട. ഞാനത് എന്തായാലും അതിന് പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനത് പറയാം എന്തായാലും. ഒരു ഫോൺ വന്നോ സാർ, ഒന്ന് നോക്കാം. ഹലോ, എപ്പോഴും? അല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി. ഞാനൊന്ന് നോക്കാം. ഞാൻ നോക്കാം. ഓക്കെ. എന്ത് പറ്റിയാണ് സാറേ? അതെ സാറേ, നമ്മുടെ ഈ സുരേന്ദ്രൻ മുതലാളിയുടെ പറമ്പിൽ രാവിലെ കുടുംബശ്രീ പെണ്ണുങ്ങൾ ജോലിക്ക് ഇപ്പോൾ ഉണ്ടാകും. അവിടെ എന്തോ വലിയ തീപിടുത്തം ഉണ്ടായെന്നാണ് പറയുന്നത്. ഇതിൽ 3-4 പേർക്ക് ചെറിയ പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടെന്ന് പറയണം. അതിനകത്ത് നമ്മുടെ തങ്കമുണ്ട്, നമ്മുടെ ക്ലീറ്റസിന്റെ ഭാര്യ. അപ്പൊ സാർ എന്തായാലും വിഷമിക്കണ്ട. ഞാനിത് ക്ലീറ്റസിനെ കണ്ട് പറഞ്ഞ് സംസാരിച്ചോളാം. ഓക്കെ ആക്കാം. സാർ വിഷമിക്കണ്ട. സാർ വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോകണ്ട. ഓക്കെ സാർ, നമുക്ക് കാണാം. ഓക്കെ. Alien versus Alien.